കെ സുരേന്ദ്രൻ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. രാവിലെ തന്നെ വോട്ട് ചെയ്യാനെത്തി വിജയപ്രതീക്ഷയൊക്കെ പങ്കുവയ്ക്കും കെ സുരേന്ദ്രൻ. ഇതിനുശേഷം കോഴിക്കോട് ഇത്തവണ ഒരു മാറ്റമുണ്ടാകുമോ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ? നേരത്തെ മേയർ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് വോട്ട് ചെയ്യുന്നതും നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. വോട്ട് ചെയ്യാനായി ഇവിടെ വന്ന് നിൽക്കുന്നതും രാവിലെ തന്നെ നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു. വിവിധ ബൂത്തുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് പ്രിയപ്പെട്ട ഞങ്ങളുടെ പ്രതിനിധികൾ എത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കെ സുരേന്ദ്രന്റെ പ്രതികരണത്തിലേക്ക് പോകാം. വോട്ട് ചെയ്ത ശേഷം കെ സുരേന്ദ്രൻ. ഇന്ന് NDAക്ക് വളരെ വലിയ ശുഭപ്രതീക്ഷയാണുള്ളത്. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിലും പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം NDA വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കാർക്കും ജാതി മതശക്തികളുമായി ചേർന്ന് വോട്ട് പിടിക്കുന്ന മുന്നണികൾക്കും എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവിധി ഉണ്ടാവും. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അന്വേഷണം പത്മകുമാറിൻ്റെ അറസ്റ്റോടെ അവസാനിപ്പിക്കുന്ന മട്ടിലാണ്. ഉന്നത കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം പോകുന്നില്ല. ഇതെല്ലാം വോട്ടർമാർക്കിടയിൽ വലിയ തോതിൽ അമർഷം ഈ സർക്കാരിനെതിരെ ഉണ്ടാക്കിയിട്ടുണ്ട്. UDF ആവട്ടെ ഇക്കാര്യത്തിൽ അവരും തുല്യമായിട്ടുള്ള കുറ്റക്കാരാണ്. UDFൻ്റെ ഭരണകാലത്തും വലിയ തോതിലുള്ള ദേവസ്വം കൊള്ളയാണ് കേരളത്തിൽ നടന്നിരിക്കുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത, രണ്ട് മുന്നണികളും ഏറ്റവും നീചമായിട്ടുള്ള വർഗീയ ശക്തികളെ, ജമാഅത്തെ ഇസ്ലാമി, നിരോധിത ഭീകരവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട്, ഈ രണ്ട് മുന്നണികളും അവരെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. കോൺഗ്രസിൻ്റെ മുന്നണി പരസ്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെയാണ്. LDF മുന്നണി രാജ്യം നിരോധിച്ച മതഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്നാണ് തെരഞ്ഞെടുപ്പിൽ പലയിടത്തും മത്സരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകും. അല്ല, എല്ലാം ഉണ്ട്. അതിലും പ്രോസിക്യൂഷൻ പോലീസിൻ്റെ ദയനീയമായ പരാജയം നമ്മൾ ആ വിഷയത്തിൽ കണ്ടല്ലോ. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞില്ല. ഇപ്പോൾ അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കും. രണ്ടാമത്തെ കേസ് ഫാബ്രിക്കേറ്റഡ് ആണെന്നാണ് KPC പ്രസിഡന്റ് പറയുന്നത്. രണ്ടാമത്തെ കേസ് ഫാബ്രിക്കേറ്റഡ് ആണെന്നാണ്. അല്ല, അതിപ്പോൾ കോൺഗ്രസ് ആദ്യമേ അവരെ സംരക്ഷിക്കാൻ ശ്രമം നടത്തിയതാണ്. ജമാഅത്തെ ഇസ്ലാമി ബന്ധമടക്കമുള്ള കാര്യങ്ങളാണ് കെ സുരേന്ദ്രൻ ഉന്നയിച്ചത്. LDFും ഇതേ വിഷയം തന്നെയാണ് ഉന്നയിക്കുന്നത്. പ്രമുഖരൊക്കെ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ്. വടക്കിന്റെ വിധിയെഴുത്താണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.